30-40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്കിന്നിലെ ഇഷ്യൂ ആണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം എന്നുള്ളതും അതുപോലെ വായ്ക്ക് ചുറ്റും വരുന്ന ഒരു പ്രത്യേകതരം ഡാർക്ക് കളറും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പാടെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയം ചോദിക്കാറുണ്ട്. ആയുർവേദത്തിൽ തന്നെ വളരെയധികം എടുത്തു പറയപ്പെടുന്ന ഒരു ഔഷധമാണ് ലിക്കോറൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നുള്ളത്. ഇത് പൊടിയായിട്ടും സ്റ്റിക്കായിട്ടും എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഉണക്കി പൊടിച്ച് നമുക്ക് വീട്ടിലെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉപയോഗിച്ച് ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റ് ആണ് എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നീം അല്ലെങ്കിൽ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് ഇതുപോലെയുള്ള പിഗ്മെന്റേഷനെ കുറയ്ക്കാൻ നല്ലതാണ്. സാൻഡൽവുഡ് പേസ്റ്റ് നമുക്ക് എടുത്തിട്ട് അത് അല്പം റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഇതിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഇനി മറ്റൊന്നാണ് മഞ്ചിഷ്ട എന്നുള്ളത്, മഞ്ചട്ടി എന്ന് പറയുന്നത്. ഈ മഞ്ചിഷ്ടയും അതുപോലെ ലിക്കോറൈസും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളൊരു ക്രീം തയ്യാറാക്കിയിട്ടില്ലേ, ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു ക്രീം ഇത് തന്നെയാണ്. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന എന്ത് ടെക്നിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യോഗയോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസോ നിങ്ങളുടെ ഹോബീസോ എന്ത് വേണമെങ്കിലും. സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അത്തരം ഹോർമോൺ ലെവലുകൾ ഒക്കെ തന്നെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇത് സഹായിക്കും. അതിന് നമ്മുടെ ശരിയായിട്ടുള്ള ഉറക്കം ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ശരിയായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഹോർമോണുകളൊക്കെ തന്നെ ഒരു താളപ്പിഴവ് സംഭവിക്കാറുണ്ട്. ഇനി അതുപോലെ ഒരുപാടേറെ പഞ്ചകർമ്മ പ്രൊസീജിയർ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ തന്നെ ബോഡിയെ ക്ലെൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് അകമേ ആയാലും പുറമേ ആയാലും എല്ലാം നമ്മൾ ഈ പഞ്ചകർമ്മ പ്രൊസീജിയറിൽ ചെയ്യുന്നത് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്നുള്ളൊരു മെത്തേഡാണ്. അതിൽ ഒന്ന് വയറിളക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ മറ്റുള്ള ചെറിയ രീതിയിലുള്ള ക്ലെൻസിങ് നമ്മൾ ഡെയിലി നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ ബോഡിയിൽ സ്കിന്നിനെ മൊത്തത്തിലായാലും ഒരു അഭ്യംഗം, ഒരു ചെറിയ വാം ഓയിലിൽ നമുക്കൊരു അഭ്യംഗം ചെയ്യുന്നത് ഇതുപോലെയുള്ള നമ്മുടെ സർക്കുലേഷനെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ നസ്യം എന്ന് ചെയ്യുന്നത് അണുതൈലം ഉപയോഗിച്ച് നസ്യം ചെയ്യാനുള്ള കാര്യമായാലും അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ഇഷ്യൂസിനെയൊക്കെ മാറ്റി ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്നു എന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ചില ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്തും ഇത്തരം പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ സഹായിക്കും. അതുപോലെ അമിതമായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സൈനസ് ഇഷ്യൂ ഉള്ളവർക്ക് നല്ലതാണ്.